നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ലഗ്നക്കാരെ ഈ പറയുന്ന ദേവതയെ നിത്യവും ഉപാസിക്കുക, ഭജിച്ചാല് അവരുടെ ജീവിതത്തിൽ വച്ചടി ഉയർച്ച ഉണ്ടാകും. ഒരു സംശയമില്ല, നിസ്സംശയം പറയാം. ഇത് വളരെ പണ്ട് കാലം മുതലേ ആവർത്തിച്ചു വരുന്ന കാര്യമാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചിത്രത്തിലെ ലഗ്നം നോക്കണം. കർക്കിടക ലഗ്നക്കാരാണ് ഇന്ന് പറയാൻ പോകുന്നത്. കർക്കിടക ലഗ്നത്തിൽ ഒന്ന് ല എന്നെഴുതും. ആ ഭാഗമാണ് ലഗ്നം. അത് ഒന്നാം ഭാവം. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ രണ്ടാം ഭാവം, അതിൻ്റെ താഴെ മൂന്നാം ഭാവം, അതിൻ്റെ താഴെ നാലാം ഭാവം, അതിൻ്റെ താഴെ അഞ്ചാം ഭാവം. അപ്പോൾ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന അഞ്ചാം ഭാവമാണ് നിങ്ങളുടെ രാശി അധിപൻ. അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ. ഈ രാശി അധിപൻ്റെ നിങ്ങൾ നിത്യവും ഭജിക്കണം. ഈ രാശ്യാധിപനായിട്ട് ബന്ധപ്പെട്ട ദേവതയെയും ഭജിക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സർവ്വ തടസ്സങ്ങളും നീങ്ങി ജീവിതത്തിൽ നല്ലൊരു കാഴ്ച, നല്ലൊരു നേർവഴി നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ അഞ്ചാം രാശി എന്ന് പറഞ്ഞാൽ വൃശ്ചിക രാശിയാണ്. അത് കുജന്റെ ക്ഷേത്രമാണ്. അപ്പോൾ കുജൻ നിങ്ങളുടെ ജാതകത്തിൽ ഉച്ചരാശിയിലാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ സുബ്രഹ്മണ്യ ദേവനെ ഭജിക്കണം. വൃശ്ചിക രാശിക്കാര് നമ്മുടെ കുജൻ ഉച്ചരാശിയിലാണെങ്കിൽ നിർബന്ധമായും സുബ്രഹ്മണ്യ സ്വാമിയെ, മുരുകസ്വാമിയെ നിങ്ങൾ ഭജിക്കണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. യാതൊരുവിധ സംശയമില്ല. അതിന് ഷഷ്ടി സ്തോത്രം ജപിക്കാം, സുബ്രഹ്മണ്യ കവചം ജപിക്കാം, സുബ്രഹ്മണ്യ മംഗളാഷ്ടകം ജപിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക. അപ്പം ആദ്യം നിങ്ങൾ കുജന്റെ ഈ സ്തോത്രം ജപിക്കണം. ധരണീ ഗർവസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തികസ്തം തം മംഗളം പ്രണമ്യാമ്യഹം. ഒന്നുകൂടെ ഞാൻ പറയാം. ധരണീ ഗർവസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തികസ്തം തം മംഗളം പ്രണമ്യാമ്യഹം. അപ്പോൾ ഈ കുജന്റെ സ്തോത്രം ജപിച്ചിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ നാമമന്ത്രങ്ങൾ ജപിക്കാം. ഓം ശരവണഭവ എന്ന മന്ത്രം ജപിക്കാം. ഓം കുമാരായ നമ എന്ന മന്ത്രം ജപിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം, സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രം ജപിക്കാം. കഴിയുന്നതും നിങ്ങൾ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി പൂയം നാളിലോ കാർത്തിക നാളിലോ ആദ്യത്തെ 30 ചൊവ്വാഴ്ച, ആ മലയാള മാസത്തിൽ ആദ്യ ചൊവ്വാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഷഷ്ടി ദിവസം, ഏതെങ്കിലും ദിവസം നിങ്ങൾ പോയി സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭക്തിപൂർവം നിങ്ങൾ പാല് അഭിഷേകം നടത്തുക. പാലഭിഷേകം നടത്തിയ എല്ലാ പാപങ്ങൾ നിങ്ങൾക്ക് ശമിച്ച് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് മഞ്ഞപ്പെട്ട് സമർപ്പിക്കാം. അങ്ങെന്ത് വേണമെങ്കിലും ഭക്തിപൂർവം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾക്ക് എന്ത് സമർപ്പിക്കാൻ കഴിയുന്നത് അത് നിങ്ങൾ ഭക്തിപൂർവം നിഷ്കളങ്കമായ ഭക്തിയോടെ ഭഗവാന് അർപ്പിക്കുക. വാതിൽ തിരുനടയിൽ സമർപ്പിച്ച് അല്പം മാറി നിന്ന്, നേരെ നിൽക്കരുത്, അല്പം ചരിഞ്ഞ് നിന്നിക്കണം. ആ ചരിഞ്ഞ് നിന്ന് ശ്രീകോവിലിൽ നിന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾക്ക് ഏത് മന്ത്രം ജപിക്കാം. ഓം കുമാരായ നമ, ഓം ശരണഭവ, ഓം ഭജത്ഭുവേ നമ, അങ്ങനെ എത്രയോ മന്ത്രങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജപിക്കാം. അങ്ങനെ ജപിച്ചു പോന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൂടാതെ ദേവീ മഹാത്മ്യം നിത്യവും പാരായണം ചെയ്യണം. ദേവീ മഹാത്മ്യ ഗ്രന്ഥത്തിലെ അർഗളം, കീചകം, കവചം, അതുപോലെ 4-ാം അധ്യായം, 11-ാം അധ്യായം ഇവ നിത്യവും പാരായണം ചെയ്താൽ അത്യുത്തമം. ഇത് നിങ്ങൾ ജപിക്കുക. ദേവി മഹാത്മ്യം നിത്യവും ജപിക്കാൻ സാധിച്ചെങ്കിൽ അത് ഏറ്റവും അത്യുത്തമമാണ്. ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ഈ പറഞ്ഞ 4-ാം അധ്യായം അല്ലെങ്കിൽ 11-ാം അധ്യായം നിങ്ങൾ ജപിക്കുക. അല്ലെങ്കിൽ 11-ാം അധ്യായത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്തോത്രമുണ്ട്. അത് നിത്യവും നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും. അമ്മ പാർവതി ദേവിയാണ് ശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ അനുഗ്രഹം, മഹാകാളിയുടെ അനുഗ്രഹം, ദുർഗയുടെ അനുഗ്രഹം എല്ലാം ഉണ്ടാവും. ശക്തി സ്വരൂപിണിയാണ്. അപ്പം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി
നാരായണീ നമസ്തുതേ. ഈ ദിവ്യസ്തോത്രം നിങ്ങൾ നിത്യവും ജപിക്കണം. ഇത് ജപിക്കുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏതും സുബ്രഹ്മണ്യ മംഗളാഷ്ടകം, സുബ്രഹ്മണ്യ കവചം, നിങ്ങൾക്ക് ഷഷ്ടി സ്തോത്രം, ഇവേത് നിങ്ങൾക്ക് ജപിക്കാം. ഭക്തിപൂർവ്വം മനഃശുദ്ധിയോടെയും ജപിക്കുക. അത്രമാത്രം ചെയ്യുക. ശരീരശുദ്ധി വേണം. കുളിച്ച് വൃത്തിയായി ഭസ്മം ധരിച്ച് വിളക്ക് കൊളുത്തി വീട്ടിൽ നിത്യവും സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി നിങ്ങൾ താഴെ നിലത്ത് ഇരിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ പുൽപ്പായി ഇരിക്കുക, അല്ലെങ്കിൽ പട്ട്, ചുമലപ്പട്ട്, മഞ്ഞപ്പട്ട്, അങ്ങനെ ഏത് പട്ടും ഉണ്ടെങ്കിൽ ആ പട്ടിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ തളികകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ പലകൾ, അങ്ങനെ അതിൻ്റെ പുറത്ത് വെറും നിലത്ത് ജപിക്കരുത്. കാരണം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ശക്തി വൈബ്രേഷൻ ഭൂമിയിലേക്ക് ആകർഷിക്കും. ഗുരുത്വാകർഷണം മൂലം നമ്മൾ ജപിക്കുന്ന എല്ലാ ശക്തിയും ഭൂമിയിലേക്ക് പോകും. അത് പോകാതിരിക്കാൻ വേണ്ടി, തടഞ്ഞു നിർത്താൻ വേണ്ടി നമ്മുടെ കുണ്ടല ശക്തി ആ ഏറ്റവും അടിയിലാണ്. ആ ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പണ്ട് മുതലേ ഈ പലകയിൽ അല്ലെങ്കിൽ കമ്പിളിയുടെ മേളിൽ പുൽപ്പായിൽ ഇരുന്ന് ജപിക്കാൻ പണ്ട് പൂർവികർ പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ധരിക്കേണ്ട രത്നം എന്ന് പറഞ്ഞാൽ ചെമ്പവിഴം ആണ് ധരിക്കേണ്ടത്. ധരിക്കേണ്ട യന്ത്രം ത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുക. ലളിത സഹസ്രനാമം പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾക്ക് ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ദേവിയുടെയും അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം വളരെയധികം മംഗളകരമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.